ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മെ വലിച്ചുകൊണ്ട് എങ്ങോട്ടാ പോകുന്നെന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ സമയം അല്ലെങ്കിൽ അത് സാധ്യതയില്ലാത്ത സമയം വരും. എങ്ങോട്ടാണ് ഈ പ്രശ്നം കൊണ്ടുപോകുന്നത്, എവിടെ ചെന്ന് അവസാനിക്കും? എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം സംഭവിക്കുന്നു. അതൊരിക്കൽ നടക്കരുതെന്ന് ഒരിക്കൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുത്. അപ്പൊ യേശു അതിന് പറഞ്ഞ മറുപടി കേൾക്കണം. മത്തായി സുവിശേഷം 16:21 അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്ര കരുതുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ വലിയ ചില പ്രതിസന്ധികൾ, അതിനപ്പുറത്തേക്ക് ദൈവം എന്താ ചെയ്യാൻ പോകുന്നുള്ളത് ദൈവികമായ ഒരു തിരിച്ചറിവോ വെളിപ്പാടോ നമുക്ക് കിട്ടാത്ത പക്ഷം നമ്മൾ ആകുലപ്പെടുകയും നമ്മൾ അതിനെ മാനുഷികമായ രീതിയിൽ തടയാൻ നോക്കും. അതിനെക്കുറിച്ച് ദൈവഹിതം നടക്കുന്നതിനെ നമ്മൾ എതിരായി മാറാറുണ്ട്. ഹല്ലേലൂയ. ഇവിടെ യേശു താൻ ക്രൂശീകരിക്കപ്പെടാൻ പോകുന്നു, യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു, ജാതികളുടെ അവനെ ക്രൂശിക്കാൻ പോകുന്നു, മഹാപുരോഹിതന്മാരെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ ശിഷ്യന്മാരോട് പറയുമ്പോൾ പത്രോസ് ചാടി പറയുക, നിനക്കത് ഒരിക്കലും ഭവിക്കരുത്, നിനക്ക് ഭവിക്കരുത്. അപ്പോൾ യേശു അവന്റെ സ്നേഹം കൊണ്ട് പറഞ്ഞ, അല്ലെങ്കിൽ അവന് മാനുഷികമായ പരിഗണന കൊണ്ടാണ് പത്രോസ് പറഞ്ഞത്. പക്ഷെ അത് ദൈവികമായ വെളിപ്പാടിൽ കാണാൻ അവന് കഴിയാഞ്ഞത് കൊണ്ട് കർത്താവ് അവനെ വിളിച്ചത്, സാത്താനെ, നീ എന്നെ വിട്ടു പോകും. അപ്പൊ ദൈവികമായി വ്യാഖ്യാനിക്കേണ്ട ചില സാഹചര്യങ്ങളെ മാനുഷികമായ രീതിയിൽ വ്യാഖ്യാനിച്ച് ദൈവിക വഴികളെ നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ പിശാച് അതിനിടയിൽ കയറുന്നതായിട്ട് ദൈവം മനസ്സിലാക്കിയാൽ പിശാചിനെ ശാസിച്ചെങ്കിലേ നമ്മൾക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണം, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം ഭയങ്കര പരമഭക്തരായിട്ടോ ഭയങ്കര വെളിപ്പാടുള്ളവരായിട്ടൊന്നും അല്ല. പക്ഷെ പത്രോസിനെ സംബന്ധിച്ച് നോക്കിയേ, ഈ 16 മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പൊ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുമ്പോൾ പത്രോസ് ഒടുവിൽ ഒന്ന് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു, അഭിഷിക്തനാകുന്നു, ദൈവം അയച്ച മശിഹായാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ യേശുവിന്റെ മറുപടി, പത്രോസ്, നീ യോഹന്നാന്റെ മകനായ ശീമോനല്ലേ? ജഡരക്തങ്ങളല്ല നിനക്ക് ഈ വെളിപ്പാട് നൽകിയത്, എന്റെ പിതാവാണ്. ഞാൻ മശിഹയാണെന്നുള്ള വെളിപ്പാട് സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് നൽകിയത്. അപ്പൊ പത്രോസ് യേശുവിന്റെ മനുഷ്യാവതാരത്തെ, ആ മാനുഷികമായ കാര്യത്തെ വെളിപ്പാടിലാണ് പ്രാപിച്ച് പറഞ്ഞത്. ദൈവികമായ ഒരു വെളിപ്പാടിൽ പറയാണ്, ഇവൻ മനുഷ്യപുത്രനല്ല, ദൈവത്തിന്റെ പുത്രനാണ്. അപ്പൊ യേശു തന്നെ പറയുന്നുണ്ട്, നിനക്ക് ദൈവം വെളിപ്പെടുത്തിയതാളാ എന്നാ പറഞ്ഞത്. അതിന്റെ കർത്താവ് പറഞ്ഞു, പത്രോസ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പൊ അവനെ അങ്ങനെ അടുത്ത ഒരു പദവിയിലേക്ക് അവനെ കയറ്റുക, ദൈവരാജ്യത്തിന്റെ അടുത്ത പണിയിലേക്ക് നിങ്ങൾ കയറാൻ പോവുക. അത് കൊടുത്ത ശേഷം, ആ ഒരു അധികാരം കൊടുത്ത ശേഷം പറയാണ്, ശിഷ്യന്മാരോട് പിന്നെ പറഞ്ഞ കാര്യമാണ്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, ക്രൂശീകരിക്കപ്പെടാൻ പോകുന്നു. അപ്പൊ ഒരു വെളിപ്പാട് കൈമാറി സഭ പണിയപ്പെടാൻ പോകുന്നു, തുടക്കപ്പെടാൻ പോകുന്നു. യഹൂദ മതത്തിന്റെ ഇടയിൽ നിന്നും ജാതികളുടെ നിന്നും രൂപപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ രാജ്യമായ സഭ പണിയപ്പെടാൻ പോകുന്നു. ഇത് പറഞ്ഞ ശേഷമാണ് അതിന്റെ ആദ്യത്തെ പടിയായിട്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമായിരുന്നു, ഒരു വില കൊടുക്കൽ. അത് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ആ വെളിപ്പാടിനോട് ചേർന്ന് മനസ്സിലാക്കാൻ നിൽക്കാതെ പത്രോസ് ചാടി പറയുകയാണ്, നിനക്കതൊരിക്കലും ഭവിക്കരുത്. അപ്പോഴാണ് യേശുവിന്റെ മറുപടി, സാത്താനെ എന്നെ വിട്ടുപോകും. അപ്പൊ നോക്കിക്കേ, ഇനി ആ ക്രൂശീകരണം ഒരു നഷ്ടമോ വേദനയ്ക്കോ വേണ്ടിയായിരുന്നില്ല. ആ ക്രൂശീകരണത്തിലൂടെയാണ് ജനത്തിനും സഭയ്ക്കും ജയം ദൈവം നൽകിയത്, മനുഷ്യവർഗത്തിന് ജയം, ദൈവത്തിലേക്കുള്ള വഴി തുറന്നത്. ഹല്ലേലൂയ. ഇനി ആ ക്രൂശീകരണത്തിന് ശേഷം 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പൊ ആ മരണം നഷ്ടമായില്ല, ആ മരണത്തിനപ്പുറം ജീവന് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന മറുപടിയില്ലാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ മാനസികമായി വ്യാഖ്യാനിച്ച് എന്റെ ജീവിതത്തിൽ എന്നും കഷ്ടതയാ, എന്ന് തീരും, ഞാൻ ഇതുകൊണ്ട് നശിക്കുകയുള്ളൂ, ഇതെന്റെ അവസാനമാ എന്ന് നമ്മൾ നിൽക്കാതെ, ദൈവമേ, അതിനകത്തുള്ള നിന്റെ ഉദ്ദേശം എന്താ? ഞാൻ അങ്ങനെ കടന്നു പോകേണ്ട
പ്രശ്നവും വേദനയും, അതിനകത്ത് ദൈവം എന്താ ആഗ്രഹിക്കുന്നത് എന്ന് ഒന്ന് ചോദിക്കാനോ പ്രാർത്ഥിക്കാനോ അതിനുവേണ്ടി ദൈവശബ്ദം കേൾക്കാനോ നമ്മൾ സമയം കണ്ടെത്തിയില്ല എങ്കിൽ നമ്മൾ ജഡത്തിൽ അതിനെ പ്രതികരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യും. അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ സാത്താൻ നമ്മുടെ അകത്ത് കയറും. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ നമ്മൾ സംസാരിക്കുവാൻ. ഹല്ലേലൂയ. അവിടെ യേശു ശാസിക്കുകയാണ് ശീമോനോട്, പത്രോസിനെ ശാസിക്കുക. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെതാ കരുതുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്, ദൈവികമായത് കരുതാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ വശത്ത് നിന്ന് ദൈവിക വെളിപ്പാടിൽ നമ്മുടെ പ്രതിസന്ധികളെ കാണാൻ കഴിയുന്നില്ല. നമ്മൾ മനുഷ്യന്റെ വശത്ത് നിന്നുകൊണ്ട് മാനുഷികമായ രീതിയിൽ ജഡത്തിൽ നമ്മൾ കാര്യങ്ങളെ നമ്മൾ നോക്കുകയാണ്. അവിടെ നമുക്ക് എപ്പോഴും നിരാശയും വേദനയും ആകുലതയും ഭയവും ഒക്കെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും ദൈവത്തിന്റെ മഹത്വം എന്താണെന്നും അതിനകത്തുനിന്ന് വെളിപ്പെടുത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം വെളിപ്പെടുത്തി തരും. കർത്താവ് തന്നെ പറഞ്ഞു, പാപികളെ ഏൽപ്പിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. അതും പറഞ്ഞു. ആമേൻ. അപ്പൊ ഈ ശോധനയ്ക്കകത്തൂടെ കടന്നുപോയിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് എത്തിച്ചേരും. അവിടെ നാം ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി നിൽക്കരുത്. നിങ്ങൾ ഇന്ന് കഷ്ടത കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇനി വേറെ കഷ്ടതയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഉയർപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശോധനയുടെ കടന്നു പോകുന്നെങ്കിൽ ഒരു ദൈവിക മഹത്വം വെളിപ്പെടാനുണ്ട്. കർത്താവ് തരുന്ന, യേശു തരുന്ന പാഠം അതാണ്. ഹല്ലേലൂയ. നമ്മൾ പിറുവിറുക്കണ്ട, നമ്മൾ നിരാശപ്പെടേണ്ട. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു. വലിയ കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ദൈവം ചെയ്യും, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്യും. ഇന്ന് പല വിഷയങ്ങളിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. ജോലി സംബന്ധിച്ചോ, ഭാവി സംബന്ധിച്ചോ, വരുമാനം സംബന്ധിച്ചോ ഒക്കെ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പറയാം, എല്ലാ ബ്ലോക്കുകളും പിശാച് കയറി തടയുന്നൊന്നുമല്ല. ദൈവം അറിയാതെ ഒരു ബ്ലോക്കും വരത്തില്ല. ദൈവം അടച്ചാൽ ആർക്കും തുറക്കത്തുമില്ല. പക്ഷെ ദൈവം തുറക്കാനായി ദൈവസ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തുള്ള ദൈവിക പദ്ധതികളെല്ലാം ദൈവം മനസ്സിലാക്കി തരും. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കത്തില്ല. അപ്പൊ ദൈവം തുറക്കാനും ദൈവം ഇതുവരെ അടച്ചു വെച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാനും അതിന്റെ റീസൺസ് അറിയാനും ഒക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ പരിഹരിക്കുകയോ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിനകത്ത് ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെത് നമുക്ക് കരുതാം. ജഡത്തിൻ്റെത് വേണ്ട, മാനുഷികമായത് വേണ്ട, ദൈവികമായത് നമുക്ക് കരുതാം. അവിടെ നമുക്ക് സ്വസ്ഥത ലഭിക്കും. അവിടെ പിശാച് നമ്മളിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. ദൈവത്തിൻ്റെത് കരുതുമ്പോൾ, ദൈവികമായി കരുതുമ്പോൾ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരെ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങളെയും ദൈവികമായ രീതിയിൽ ദൈവത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് ദൈവിക വെളിപ്പാടിൽ അതിനെ തിരിച്ചറിയുവാനും അവിടെയൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവം എനിക്ക് നന്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുവാനും തിരിച്ചറിയുവാനും സഹായിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ. കർത്താവെ, നീ ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു അപ്പച്ചന്റെ കരങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവികമായി അതിനെ കാണുക. ദൈവം പുതിയ വഴികൾ തുറന്നു തരുന്ന സമയമാകട്ടെ. ദൈവത്തിൻ്റെത് മാത്രം കരുതുക. ഹല്ലേലൂയ. എല്ലാ വിശ്വാസവും സംശയം മാറിപ്പോകട്ടെ. കുറെ പേർക്ക് സന്ദേശം നിങ്ങൾ പകർന്നു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.